രാജ്യത്തിന്റെ ജനാധിപത്യം അട്ടിമറിച്ച് കള്ളവോട്ട് ചേർത്ത് വ്യാജ വോട്ടിലൂടെ ഭൂരിപക്ഷത്തെ ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് മാറ്റി കൃത്രിമ വോട്ടിലൂടെ ജയിച്ച് സുരേഷ് ഗോപി തോൽപ്പിച്ചത് എതിർ സ്ഥാനാർത്ഥികളെയല്ല, മറിച്ച് തൃശൂരിലെ വോട്ടർമാരെയാണ്. തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് നടന്ന വോട്ട് ക്രമക്കേടിന്റെ കൂടുതൽ തെളിവുകൾ മീഡിയ വൺ രേഖകൾ സഹിതം പുറത്തുവിടുമ്പോൾ ജനാധിപത്യം നോക്കുകുത്തിയാവുകയാണ്. തൃശൂരിൽ താമസിച്ചിട്ടില്ലാത്ത സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിയും ഭാര്യയും അവിടെ ജ്യേഷ്ഠന് വോട്ടുകുത്തി. സിനിമകളിൽ നെറുകേടിനെതിരെ പഞ്ച് ഡയലോഗ് അടിച്ച് പ്രേക്ഷകരെ ഞെട്ടിക്കാറുള്ള സുരേഷ് ഗോപി വോട്ട് കൊള്ളയിൽ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത് വോട്ട് കൊള്ളയിലൂടെയാണോ എന്നാണ് ഡീകോഡ് പരിശോധിക്കുന്നത്. ഗ്രാഫിക്സിലൂടെ തന്നെ നമുക്ക് പരിശോധിക്കാം. ഇന്ന് വന്ന ഞെട്ടിക്കുന്ന വിവരം, തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വോട്ടിൽ ഒരു വോട്ട് വ്യാജ വോട്ടായി രേഖപ്പെടുത്തിയിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ ഡ്രൈവറിന്റെയാണ്. അതായത് പൂങ്കുന്നത്തെ ക്യാപിറ്റൽ C4-ൽ താമസിക്കാത്ത വോട്ട് ചേർത്ത തിരുവനന്തപുരം സ്വദേശിയായ S. അജയ്കുമാർ സുരേഷ് ഗോപിയുടെ ഡ്രൈവറാണെന്ന് അയൽവാസി മീഡിയ വണ്ണിനോട് പറഞ്ഞു. നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ഇയാളുടെ വോട്ട് തിരുവനന്തപുരത്താണ് എന്ന ഞെട്ടിക്കുന്ന തെളിവുകളും മീഡിയ വണ്ണിന് ലഭിച്ചു. വോട്ടർ ID നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഞങ്ങൾക്ക് ഈ കള്ളക്കളി വ്യക്തമായത്. മറ്റൊന്ന്, തൃശൂരിലെ വോട്ടർ തിരുവനന്തപുരത്തും എന്നുള്ളതാണ്. അതായത് വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കരട് വോട്ടർ പട്ടികയിൽ മീഡിയ വൺ ഇൻവെസ്റ്റിഗേഷൻ ടീം പരിശോധിച്ചു. തൃശൂരിലെ വോട്ടർ അജയ്കുമാർ തന്നെയാണ് തിരുവനന്തപുരത്തെയും അജയ്കുമാർ എന്ന അയൽവാസിയുടെ സ്ഥിരീകരണം. മേൽവിലാസം ശാസ്തമംഗലത്തെ ആറ്റിൻകരപ്പറമ്പിൽ വീടും പോളിംഗ് സ്റ്റേഷൻ ശാസ്തമംഗലം NSS സ്കൂളും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ S. അജയ്കുമാറിന്റെ പോളിംഗ് ബൂത്ത് ശാസ്തമംഗലത്തെ NSS HSS-ലാണ്. മറ്റൊന്ന്, ബൂത്ത് ലെവൽ ഓഫീസറുടെ പ്രതികരണമാണ്. വ്യാജ വോട്ടുകളുടെ വിവരം മീഡിയ വൺ പുറത്തുവിട്ടതോടെ എല്ലാവരും ചോദിച്ചത് ബൂത്ത് ലെവൽ ഓഫീസറുടെ പ്രതികരണമായിരുന്നു. മീഡിയ വൺ പുറത്തുവിട്ട പേരുകൾ താൻ ആബ്സെന്റ് ലിസ്റ്റിൽ പെടുത്തി ഒഴിവാക്കിയതാണ് എന്നാണ് BLO-യായ ആനന്ദ് C. മേനോൻ പറയുന്നത്. പൂങ്കുന്നത്തെ ഹരിശ്രീ സ്കൂളിൽ ബൂത്തിൽ വ്യാജ വോട്ടർമാർ എങ്ങനെ വന്നു എന്ന് അറിയില്ല എന്നാണ് BLO പറയുന്നത്. എന്തായാലും നമുക്ക് ആ BLO-യുടെ പ്രതികരണം കേൾക്കാം. അല്ല, സംഭവം എന്താന്ന് എനിക്കറിയില്ല. കാരണം നമ്മള് വേറെ ഞാൻ ആ ഇലക്ഷന്റെ സമയത്താണ് ഞാൻ ആദ്യമായിട്ടാണ് BLO ആവുന്നത്. ആ ഇലക്ഷന്റെ സമയത്താണ് ഞാൻ BLO ആക്കുന്നത്. നമുക്ക് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് നമ്മുടെ പോയി വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയ കംപ്ലൈന്റ് അനുസരിച്ച് നമ്മൾ ആ പേരുകൾ നോക്കിയിട്ട് പോയിട്ട് അവർ തന്നെയാണ് അവിടെ ഉള്ളതെന്നൊക്കെ വെരിഫൈ ചെയ്തിട്ടുണ്ട്. അല്ല സാർ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ 9 വോട്ടർമാരെയും സാർ ഫ്ലാറ്റിൽ പോയി കണ്ടിട്ടുണ്ടോ? അവരുടെ അച്ഛന്റെ പേരൊക്കെ വളരെ ഡിഫറെന്റ്, ഓരോരുത്തർക്കും ഓരോ അച്ഛന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ സാധാരണ അങ്ങനെ വ്യത്യസ്ത പേരുകൾ വന്നാൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറില്ലേ സാർ? എങ്ങനെയാ? അല്ല, അതാ ഞാൻ പറയുന്നത്. എനിക്ക് കിട്ടിയതായിട്ട് ഞാൻ മാക്സിമം പോയിട്ട് നോക്കിയിട്ട് ഞാനത് നീക്കം ചെയ്തിട്ടുണ്ടെന്ന് എന്റെ ഒരു ഉറപ്പ്. എനിക്ക് ഇതൊന്നും നിങ്ങൾ പറയണ പേരുകൾ തന്നിട്ടുണ്ടാവും. S. സുധീർ, സന്തോഷ് കുമാർ, സജിത് ബാബു P, സുകേഷ്, ഹരിദാസൻ, മനീഷ് MS, മുഖാമി അമ്മ, ഈ പറഞ്ഞ പേരുകളൊക്കെ AC ലിസ്റ്റിലുള്ള പേരുകളാണ് സാർ. പിന്നെ എങ്ങനെയാണ് ഞാനിത് മുന്നേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പേരുകളൊക്കെ മുന്നേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന BLO-യായ ആനന്ദ് പറയുമ്പോൾ എങ്ങനെയാണ് ആ പേരുകൾ ഉൾപ്പെട്ടത്? ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം തരേണ്ടത് ആരാണ്? വോട്ടർമാരുടെ പേരുകൾ BLO തള്ളിയ ശേഷവും വോട്ടർ പട്ടികയിൽ എങ്ങനെ ആ പേര് വന്നു? ആരാണ് ആ പേരുകൾ ഉൾപ്പെടുത്തിയത്? വോട്ടർ പട്ടിക അട്ടിമറിക്ക് ആരാണ് നേതൃത്വം നൽകിയത്? ഈ ചോദ്യങ്ങൾക്കാണ് ഉത്തരം ലഭിക്കേണ്ടത്. വ്യാജന്മാർ ആലത്തൂർ മണ്ഡലത്തിൽ ഉള്ളവരാണ് എന്നാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത. അതായത് പൂങ്കുന്നത്തെ ക്യാപിറ്റൽ അപ്പാർട്ട്മെന്റിലെ 4C ഫ്ളാറ്റിന്റെ ഉടമ അറിയാതെ വോട്ടർ പട്ടികയിൽ ചേർക്കപ്പെട്ടത് 9 പേരാണ്. അവരാരൊക്കെയാണ് എന്നാണ് മീഡിയ വൺ പരിശോധിച്ചത്. അന്വേഷണം ചെന്ന് എത്തിയതാകട്ടെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ വേലൂർ പഞ്ചായത്തിലാണ്. തൃശൂരിലെ പട്ടികയിലെ ഹരിദാസൻ എന്ന പേരുകാരന്റെ വീട്ടിലാണ് ഞങ്ങളുടെ അന്വേഷണ സംഘം എത്തിയത്. ഹരിദാസനും കുടുംബവും വേലൂർ വേങ്ങലശ്ശേരിയിലെ സ്ഥിര താമസക്കാരാനും അവർ നാട്ടിൽ തന്നെ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് എന്ന വാർഡ് മെമ്പറായ CD സൈമൺ മീഡിയ വണ്ണിനോട് പ്രതികരിക്കുകയും ചെയ്തു. മറ്റൊന്ന്, തൃശൂരിലെ BJP-യുടെ സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപിയുടെ കുടുംബത്തിന്റെ ഇരട്ട വോട്ടാണ്. ഇവിടെയാണ് ഇരട്ട വോട്ട് എങ്ങനെ വന്നു എന്നുള്ള ചോദ്യമുയരുന്നത്. കൊല്ലം ഇരവിപുരത്താണ് സുരേഷ് ഗോപിയുടെ കുടുംബ വീട്.
ലക്ഷ്മി നിവാസ് എന്ന വിലാസത്തിൽ സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും ഭാര്യ റാണിക്കും കൊല്ലത്ത് വോട്ടുണ്ട്. ഇരവിപുരം അസംബ്ലി മണ്ഡലത്തിലെ 84-ാം നമ്പർ ബൂത്തിൽ 116, 114 ക്രമനമ്പറുകളിലാണ് ഇരുവരും വോട്ടർ പട്ടികയിൽ പേരുള്ളത്. തൃശൂരിലെ ബൂത്ത് നമ്പർ 116-ലും ഇരുവർക്കും വോട്ടുണ്ട് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കാര്യം. മറ്റൊന്ന്, ഇതിനെല്ലാം തന്നെയും കേന്ദ്രമന്ത്രിയും തൃശൂരിൽ നിന്ന് വിജയിച്ചു പോയ ബിജെപിയുടെ എംപിയുമായ സുരേഷ് ഗോപിയുടെ വിശദീകരണമാണ്. ആ വിശദീകരണമാണ് തൃശൂരിലെ വോട്ടർമാരെ ഇളിഭ്യരാക്കുന്നത്. തൃശൂരിലല്ലാത്ത ഞങ്ങൾ വോട്ട് ചെയ്തോ എന്ന് പരിശോധിച്ചാൽ മതി എന്നുള്ള വിശദീകരണമാണ് സുരേഷ് ഗോപി നൽകിയത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വിജിൻ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികകളിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ തരത്തിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചതിന് പിന്നാലെയാണ് സംസ്ഥാനത്തും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ വ്യാപകമായ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണം അന്നത്തെ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥിയായ സുനിൽകുമാർ ഉന്നയിക്കുന്നത്. അതിനുശേഷമാണ് ഇക്കാര്യത്തിൽ കൂടുതൽ തെളിവുകളും രേഖകളുമൊക്കെ പുറത്തു വരുന്നത്. പല തരത്തിലുള്ള ഫ്ളാറ്റുകളിൽ ഉൾപ്പെടെ, അതായത് നഗര കേന്ദ്രീകൃതമായ ഫ്ളാറ്റുകളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ വ്യാജമായി പല അഡ്രസ്സുകളിലും ആ വീട്ടുകാർ അറിയാതെ തന്നെ വോട്ട് ചേർത്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. അതിനിടെയാണ് മീഡിയ വൺ തന്നെ ഇക്കാര്യത്തിൽ ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റ്സിലെ ഒരു 4C ഫ്ളാറ്റിൽ 9ഓളം വോട്ടുകൾ ഇങ്ങനെ വ്യാജമായി, അതായത് ആ വീട്ടുടമസ്ഥ അറിയാതെ ചേർത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. വോട്ടർ പട്ടികയിൽ ഈ 9ഓളം പേർ ഈ ഫ്ളാറ്റിൽ തന്നെ വോട്ടർമാരായി ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു തെളിവുകൾ സഹിതം മീഡിയ വൺ ആ ഘട്ടത്തിൽ പുറത്തുവിടുകയും ചെയ്തത്. അങ്ങനെയാണ് ഈ വോട്ടർ പട്ടികയിൽ ഉണ്ടായ 9ഓളം പേർ ആരാണ് എന്നുള്ള അന്വേഷണത്തിലേക്ക് പിന്നീട് നമ്മൾ കടക്കുകയും ചെയ്തത്. അതിനിടയിലാണ് ഈ വോട്ടർ പട്ടികയിലെ അജയകുമാർ എന്ന അജയകുമാർ എന്ന ഒരാളുടെ പേരും അയാളുടെ വോട്ടർ ID ഉൾപ്പെടെ പരിശോധിച്ചപ്പോൾ അയാൾ തിരുവനന്തപുരത്തെ ശാസ്തമംഗലം സ്വദേശിയാണ് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തത്. ആരാണ് ഈ അജയകുമാർ എന്ന പരിശോധനയായിരുന്നു പിന്നീട് നമ്മൾ നടത്തുകയും ചെയ്തത്. അതിനിടെയാണ് ഇയാൾ സുരേഷ് ഗോപിയുടെ ഡ്രൈവറായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, കാലങ്ങളായി പ്രവർത്തിക്കുന്ന ആളാണ് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നത്. പിന്നീട് അതിൻ്റെ ഒരു വ്യക്തത വരുത്തുക എന്നുള്ള നീക്കത്തിലേക്കാണ് നമ്മൾ കടക്കുകയും ചെയ്തത്. അതിനിടയിലാണ് ഈ കാര്യത്തിൽ ഈ അദ്ദേഹം താമസിച്ചിരുന്ന ശാസ്തമംഗലത്തിനും പൈപ്പുമൂടിനും ഇടയിലുള്ള ആ വീട്ടിൽ ഇപ്പോൾ നിലവിൽ അദ്ദേഹം താമസമില്ല. കഴിഞ്ഞ 1 മാസം മുമ്പാണ് ആ വീട് മാറിപ്പോയത് എന്നുള്ളതാണ് അയൽവാസി തന്നെ വ്യക്തമാക്കുകയും ചെയ്തത്. ഇക്കാര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഈ പേരും അതുപോലെ തന്നെ ഈ രൂപവും ഇതുതന്നെയാണോ എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ അയൽവാസിയോട് ഈ ഫോട്ടോ ഉൾപ്പെടെ വോട്ടർ പട്ടികയിൽ, അതായത് തൃശ്ശൂരിലെ പൂങ്കുന്നത്തെ ഈ ഫ്ളാറ്റിലുണ്ടായിരുന്ന വോട്ടർ പട്ടികയിലെ ആൾ തന്നെയാണോ അജയകുമാർ എന്ന് ചോദിക്കാനായി എത്തിയത്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് അജയകുമാർ എന്നല്ല, മറിച്ച് പ്രമോദ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കാറുള്ളത്. ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ തന്നെയാണ് ഈ അജയകുമാർ എന്ന കാര്യം ആ അയൽവാസി വ്യക്തമാക്കിയത്. എന്തായാലും അതിനു മുമ്പ് തന്നെ ഇവിടുത്തെ വോട്ടർ പട്ടികയിൽ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ശാസ്തമംഗലത്തെ സ്കൂളിൽ NSS സ്കൂളിൽ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന 1-ാം ബൂത്തിൽ വോട്ട് ചെയ്ത ആൾ തന്നെയാണ് അജയകുമാർ എന്ന വ്യക്തത വരികയും ചെയ്തതാണ്. ആ വോട്ടർ പട്ടിക നമ്മൾ പരിശോധിക്കുകയും പുറത്തുവിടുകയും ചെയ്യുകയും ചെയ്തു. അതിനുശേഷം നിലവിൽ ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കായി കരട് വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പ്രസിദ്ധീകരിച്ച ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ അതിലും ഇദ്ദേഹം ഈ ശാസ്തമംഗലത്തെ NSS സ്കൂളിൽ തന്നെ ഇപ്പോഴും വോട്ടറായി തുടരുന്നുണ്ട്. ശാസ്തമംഗലത്തെ വാർഡിൽ അദ്ദേഹം വോട്ടറായി തുടരുന്നുണ്ട്. ആ വീട്ടിൽ തന്നെയാണ് നിലവിൽ ഇപ്പോഴും അദ്ദേഹത്തിന് വോട്ടുള്ളതും എന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്തേക്ക് മാത്രമായി ഇങ്ങനെ തൃശ്ശൂരിലെത്തി ഇദ്ദേഹം വോട്ട് ചേർത്തു എന്നുള്ളതാണ് കൃത്യമായി വ്യക്തമാകുന്നത്. അത് സ്വാഭാവികമായും തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിനൊപ്പം ഉള്ള ആൾ നികത്തി വാർത്തകളുടെ ആധികാരിക പരിശോധിച്ച് രേഖകൾ സഹിതമാണ് മീഡിയ വൺ ഈ വോട്ടിന്റെ കള്ളക്കളികൾ പുറത്തു കൊണ്ടുവന്നത്.